ടോപ്പിക്കാണ് സെറ്റ് ഓഫ്, അതുപോലെ ക്യാരി ഫോർവേഡ്. സോ സെറ്റ് ഓഫ് ലോസസും അതുപോലെ തന്നെ ക്യാരി ഫോർവേഡ് ലോസസ് എന്ന കോൺസെപ്റ്റ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സെറ്റ് ഓഫ് ലോസസ് എന്ന് പറയുന്നത്, സോ നമ്മൾ ഒരു വർഷം ഉണ്ടായിരിക്കുന്ന നഷ്ടം അല്ലെങ്കിൽ ആ ഒരു വർഷം ഉണ്ടായിരിക്കുന്ന ലോസസ് ഉണ്ടെങ്കിൽ ആ ലോസ് നമ്മൾ എന്ത് ചെയ്യും, അതേ വർഷം ഉണ്ടായിരിക്കുന്ന ഇൻകത്തിനുമായിട്ട് സെറ്റ് ഓഫ് അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനാണ് സെറ്റ് ഓഫ് ലോസസ് എന്ന് പറയുന്നത്. സെറ്റ് ഓഫ് ലോസസ് റെഫേഴ്സ് അഡ്ജസ്റ്റിംഗ് ലോസസ് എഗെയിൻസ്റ്റ് ഇൻകം ഓഫ് ദി സെയിം ഇയർ. ഒരേ വർഷം ഉണ്ടായിരിക്കുന്ന നഷ്ടം അതേ വർഷത്തെ പ്രോഫിറ്റ് അല്ലെങ്കിൽ അതേ വർഷം ഉണ്ടായിരിക്കുന്ന ഇൻകത്തിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് സെറ്റ് ഓഫ് ലോസസ് എന്ന് പറയുന്നത്. സോ ദർ ആർ ടു കൈൻഡ്സ് ഓഫ് സെറ്റ് ഓഫ്. രണ്ട് രീതിയിലുള്ള സെറ്റ് ഓഫുകളാണ് ഉള്ളത്. അതിൽ ഒന്നാണ് ഇൻട്രാ ഹെഡ് സെറ്റ് ഓഫ് എന്ന് പറയും. അതായത് ഒരു ഹെഡിന്റെ കീഴിൽ തന്നെ മറ്റു പല സോഴ്സ് ഓഫ് ഇൻകംസ് ഉണ്ടാവും. ആ ഇൻകത്തിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്ന ലോസ് സെറ്റ് ഓഫ് ചെയ്യുന്നതാണ് ഇൻട്രാ ഹെഡ് സെറ്റ് ഓഫ് എന്ന് പറയുന്നത്. സോ ഇറ്റ് മീൻസ് സെറ്റ് ഓഫ് ലോസസ് എഗെയിൻസ്റ്റ് ഇൻകം ഫ്രം എനി സോഴ്സ് അണ്ടർ ദി സെയിം ഹെഡ്. ഒരേ അല്ലെങ്കിൽ ഒരു ഹെഡിന്റെ കീഴിലുള്ള പല സോഴ്സ് ഓഫ് ഇൻകംസ് ഉണ്ടാവും. ആ പല സോഴ്സ് ഓഫ് ഇൻകംസിൽ ഏതെങ്കിലും ഒരു സോഴ്സിൽ നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ ആ നഷ്ടം ഈ ഹെഡിന്റെ കീഴിലുള്ള ഏതൊക്കെ സോഴ്സസ് ആണോ അതിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ലോസ് സെറ്റ് ഓഫ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. സോ ഇഫ് ദർ ഈസ് എ ലോസസ് ഇൻ എനി സോഴ്സ് ഓഫ് ഇൻകം, സച്ച് ലോസ് ക്യാൻ ബി സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് ദി ഇൻകം ഓഫ് എനി അതർ സോഴ്സസ് അണ്ടർ ദി സെയിം ഹെഡ്. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു ബിസിനസ് എന്നൊരു ഹെഡ് ഉണ്ട്. നമുക്ക് അറിയാലോ, ഹൗസ് പ്രോപ്പർട്ടി, സാലറി, അതുപോലെ അത് സോഴ്സസ്, ബിസിനസ്. അപ്പൊ ബിസിനസ് എന്ന ഹെഡിന്റെ കീഴിൽ നമുക്ക് ഒരു ബിസിനസ്സിൽ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ബിസിനസ്സിൽ ഉണ്ടായ നഷ്ടം മറ്റു ബിസിനസ്സിൽ ഉണ്ടായിരിക്കുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ഇൻകത്തിൽ നമ്മൾ എന്ത് ചെയ്യും, സെറ്റ് ഓഫ് ചെയ്യും. ഇതിനെ പറയുന്ന പേരാണ് ഇൻട്രാ ഹെഡ് സെറ്റ് ഓഫ് എന്ന് പറയും. There are some certain exemptions. ഈ ഒരു നിയമത്തിന് അല്ലെങ്കിൽ ഒരു പോളിസിക്ക് റൂൾസിനെതിരെ കുറച്ച് എക്സംഷൻ കേസുകൾ ഉണ്ട്. അത് ഏതൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ലോസ് ഫ്രം സ്പെക്കുലേഷൻ ബിസിനസ്. സോ സ്പെക്കുലേഷൻ ബിസിനസ്സിൽ ഉണ്ടായിരിക്കുന്ന ലോസ് നമുക്ക് മറ്റൊരു ഹെഡിന് അല്ലെങ്കിൽ മറ്റൊരു സോഴ്സ് ഓഫ് ഇൻകത്തിനുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. സോ ലോസ് ഇൻകേർഡ് ഓൺ അക്കൗണ്ട്സ് ഓഫ് സ്പെക്കുലേഷൻ ക്യാൻ ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് സ്പെക്കുലേഷൻ ഇൻകം. അപ്പോൾ സ്പെക്കുലേഷൻ ബിസിനസ്സിൽ ഉണ്ടായിരിക്കുന്ന ലോസ് നമുക്ക് സ്പെക്കുലേഷൻ ബിസിനസ്സിൽ ഉണ്ടായിരിക്കുന്ന ഇൻകത്തിന് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇറ്റ് കനോട്ട് ബി സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് എനി അതർ ഇൻകം. അതല്ലെങ്കിൽ മറ്റൊരു ഇൻകത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ സ്പെക്കുലേഷൻ ബിസിനസിന്റെ ലോസ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. Then loss of specified business. If there is a losses in the specified business, it cannot be set off against any other business income. It can be only set off against specified business income. നമുക്കറിയാം, അതായത് സ്പെസിഫൈഡ് ബിസിനസ്സിൽ ഉണ്ടായിരിക്കുന്ന ലോസസ് അത് സ്പെസിഫൈഡ് ബിസിനസ്സിൽ ഉണ്ടായിരിക്കുന്ന ഇൻകത്തിന് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റൊരു ഇൻകത്തിനുമായിട്ട് നമുക്ക് എന്തെങ്കിലും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. മറ്റൊരു ഇൻകം മീൻസ് മറ്റൊരു ബിസിനസ് ഇൻകത്തിനുമായിട്ട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ദെൻ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ലോസസ് എന്ന് പറയും. സോ ലോങ് ടൈം ക്യാപിറ്റൽ ലോസസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനുമായിട്ട് മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇറ്റ് ക്യാൻ ബി സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഓൺലി. ഇറ്റ് കനോട്ട് ബി സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ. അപ്പോൾ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ നമുക്ക് എന്താ പറ്റില്ല, ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് ഉണ്ടായത് നമുക്കൊരിക്കലും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്നതല്ല. ദെൻ ലോസസ് ഇൻ ദി ബിസിനസ് ഓഫ് ഓണിങ് മെയിൻ്റെനൻസ് ഓഫ് റൈസ് ഹോസ്. അപ്പോൾ റൈസ് ഹോസിനെ മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ അതിനെ ഓൺ ചെയ്യാണ്ടായ ചെലവ്, ഇതൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബിസിനസ് ഇൻകത്തിൽ നിന്നോ അതല്ലെങ്കിൽ മറ്റേതൊരു ഹെഡിൻ ഓഫ് ഇൻകത്തിൽ നിന്നും നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റൂല. സോ ഇറ്റ് ക്യാൻ ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് ദി പ്രോഫിറ്റ് ഇൻ ബിസിനസ് ഓഫ് ഓണിങ് ആൻഡ് മെയിൻ്റെനൻസ് റൈസ് ഹോസ്. അതായത് റൈസ് ഹോസിന് കിട്ടുന്ന അല്ലെങ്കിൽ റൈസ് ഹോസിന് മെയിൻറ്റെയിൻ ചെയ്യാനും അല്ലെങ്കിൽ ഓൺ ചെയ്തിട്ട് ആ റൈസിന് വല്ലതും കിട്ടുന്ന ഇൻകം ഉണ്ടെങ്കിൽ അതിനെതിരേക്ക് മാത്രം നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളൂ, ലോസസ് ഇൻ ദ ബിസിനസ് ഓഫ് ഓണിങ് ആൻഡ് മെയിൻ്റെനൻസ് റൈസ് ഹോസിന്റെ നഷ്ടം സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റൊരു ഇൻകത്തിന്റെ ഹെഡിനുമായിട്ട് നമുക്ക് ഈ ലോസ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ദെൻ ലോസ് ഫ്രം എക്സംപ്റ്റഡ് ഇൻകം. എക്സംപ്റ്റഡ് ഇൻകത്തിൽ നിന്നായ ലോസ് നമുക്ക് ടാക്സിബിൾ ഇൻകത്തിന്റെ ഹെഡിൽ ഒരിക്കലും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ദെൻ
ലോസസ് ഓഫ് ലോട്ടറി, ക്രോസ്വേഡ്, പസിൽസ്, ഗാംബ്ലിങ്, കാർഡ് ഗെയിം, ബെറ്റിംഗ്, ഇതൊന്നും നമുക്ക് ഒരിക്കലും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്നതല്ല. ഇനി ഇൻകത്തിൽ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ലോസ് ഓഫ് ലോട്ടറിയോ ക്രോസ്വേഡ് പസിൽസോ ഗാംബ്ലിങ്ങിന്റെ ഒക്കെ ലോസ് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ദെൻ അടുത്തതാണ് ഇൻട്രാഹെഡ് സെറ്റ് ഓഫ് എന്ന് പറയും. സോറി, ഇന്റർഹെഡ് സെറ്റ് ഓഫ്. ഇന്റർഹെഡ് സെറ്റ് ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് സെറ്റ് ഓഫ് ലോസസ് എഗെയിൻസ്റ്റ് ഇൻകം അണ്ടർ അതർ ഹെഡ്സ്. അതായത് നമ്മൾ നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, നമ്മൾ ഒരു ഹെഡിൽ തീർത്ത് അല്ലെങ്കിൽ ഒരു ഹെഡിൽ ഉണ്ടായിരിക്കുന്ന നഷ്ടം അത് ആ ഹെഡിൽ തന്നെ തീർക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഹെഡിലെ ലോസ് മറ്റൊരു ഹെഡിലെ സോഴ്സ് ഓഫ് ഇൻകം വെച്ചിട്ട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്നതാണ് ഹിൻഡർ ഹെഡ് സെറ്റ് ഓഫ് എന്ന് പറയാം. ഇഫ് ദ എമൗണ്ട് ഓഫ് ലോസ് കനോട്ട് ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് ഇൻകം ഫ്രം എനി അതർ സോഴ്സ് അണ്ടർ ദി സെയിം ഹെഡ്. അപ്പോൾ ഒരു സെയിം ഹെഡിന്റെ കീഴിലുള്ള മറ്റേത് സോഴ്സസ് വെച്ചിട്ട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ നോക്കിയിട്ടും ആ ലോസ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ലോസ് മറ്റൊരു ഹെഡിലുണ്ടായ സോഴ്സ് ഓഫ് ഇൻകത്തിനുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഇന്റർ ഹെഡ് സെറ്റ് ഓഫ് എന്ന് പറയും. ദെൻ ഈ ഇന്റർ ഹെഡ് സെറ്റ് ഓഫിന് കുറച്ച് എക്സംഷൻ കേസുകൾ ഉണ്ട്. എന്തൊക്കെയാ നോക്കിയോ. ഉദാഹരണത്തിന് ലോസ് ഫ്രം സ്പെക്കുലേഷൻ ബിസിനസ്. സ്പെക്കുലേഷൻ ബിസിനസ് ഉണ്ടായിരിക്കുന്ന ലോസ് ഞാൻ നേരത്തെ പറഞ്ഞ കേസ് തന്നെയാണ്. ഇറ്റ് ക്യാൻ നോട്ട് ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് എനി അതർ ഹെഡ്സ് ഓഫ് ഇൻകം. സ്പെക്കുലേഷൻ ബിസിനസ്സിൽ ഉണ്ടായിരിക്കുന്ന ലോസ് അത് സ്പെക്കുലേഷൻ ബിസിനസ്സിൽ ഉണ്ടായിരിക്കുന്ന ഇൻകത്തിന് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്നതുള്ളൂ. ദെൻ ലോസ് ഓഫ് സ്പെസിഫൈഡ് ബിസിനസ് നേരത്തെ പറഞ്ഞ തന്നെയാണ്. ഇറ്റ് കനോട്ട് ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് എനി അതർ ഹെഡ്സ്. ഇപ്പോൾ സ്പെസിഫൈഡ് ബിസിനസ്സിൽ ഉണ്ടായിരിക്കുന്ന ലോസ് അത് സ്പെസിഫൈഡ് ബിസിനസ്സിൽ ഉണ്ടായിരിക്കുന്ന ഇൻകത്തിന് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ ലോസ് ഓഫ് ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ അല്ല, ക്യാപിറ്റൽ ലോസസ്. ലോങ് ടൈം ക്യാപിറ്റൽ ലോസസ് ഉണ്ടെങ്കിൽ അത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനുമായിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്നതുള്ളൂ. അതല്ലെങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് ആണെങ്കിൽ, ഉദാഹരണം ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് ആണെങ്കിൽ ഇറ്റ് ക്യാൻ ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആസ് വെൽ ആസ് ദി ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ. അപ്പൊ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് ആണ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനുമായിട്ടോ അതല്ലെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനുമായിട്ടോ എന്ത് ചെയ്യാം, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് ഒരിക്കലും മറ്റൊരു ഹെഡിനായിട്ടും ഇത് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ഇറ്റ് കനോട്ട് ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് എനി അതർ സോഴ്സ് ഓഫ് ഹെഡ്. മറ്റേത് ഹെഡിനായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് ആയാലും ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് ആയാലും നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ദെൻ ലോസ് ഇൻ ദ ബിസിനസ് ഓണിങ് മെയിൻറ്റെയിനിങ് ഹോഴ്സ് റൈസ്. അതായത് കുതിര ഓട്ട മത്സരത്തിന് ഉണ്ടായിരിക്കുന്ന കുതിരയെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വാങ്ങുന്നതിനൊക്കെയുള്ള ലോസസ്, അങ്ങനെ വല്ല ലോസസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരു ഹെഡിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ആ എമൗണ്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ക്യാൻ ഓൺലി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് ഇൻകം ഫ്രം ഓണിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ഹോഴ്സ് റൈസ്. ഹോഴ്സ് റൈസിന് ഉണ്ടായിരിക്കുന്ന കിട്ടുന്ന പ്രോഫിറ്റിനായിട്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ എമൗണ്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്നതുള്ളൂ. ദെൻ ലോസ് അണ്ടർ ഹെഡ്സ് ബിസിനസ് ഓർ പ്രൊഫഷൻസ്. നമുക്ക് ബിസിനസ് ഓർ പ്രൊഫഷൻ ഉണ്ടായിരിക്കുന്ന ലോസ് നമുക്ക് ഇറ്റ് കനോട്ട് ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് ഹെഡ്സ് ഓഫ് സാലറി. സാലറി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷനിൽ ഉണ്ടായിരിക്കുന്ന ലോസസ് അതല്ലെങ്കിൽ നഷ്ടം നമുക്ക് സാലറി ഹെഡിനായിട്ടും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ബാക്കി ഏത് ഹെഡ്സ് ഓഫ് ഇൻകത്തിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് കനോട്ട് ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് ഇൻകം അണ്ടർ സാലറി ഹെഡ്. സാലറി ഹെഡിനായിട്ട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇറ്റ് ക്യാൻ ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് എനി അതർ ഇൻകം അല്ലെങ്കിൽ എനി അതർ ഹെഡ്സ് ഓഫ് ഇൻകത്തും. ദെൻ ലോസ് ഓഫ് ലോട്ടറി, ക്രോസ്വേഡ്, പസിൽസ്, ഗാംബ്ലിംഗ്. സോ നമുക്ക് ലോസ് ഉണ്ടാവുന്നു, ലോട്ടറി മുഖേന നമുക്ക് ലോസ് ഉണ്ടായിട്ടുണ്ടെങ്കിലോ ക്രോസ്വേഡ് മുഖേന നമുക്ക് ലോസ് ഉണ്ടായിട്ടോ ഗാംബ്ലിംഗ് ഒക്കെ ആയിട്ട് ലോസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് ഒരിക്കലും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല, എവിടെയും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഇത് നമുക്ക് എന്താ ചെയ്യാം, നഷ്ടമായിട്ട് കണക്കാക്കിയാൽ മതി. ദെൻ സെറ്റ് ഓഫ് ലോസസ് എഗെയിൻസ്റ്റ് വിന്നിങ് ഫ്രം ലോട്ടറീസ് ആൻഡ് ക്രോസ്വേഡ്സ്. ഇതൊക്കെ ശരിക്കും മൂന്നാമത്തെ കാറ്റഗറി, ഇൻട്രാ ഹെഡ് അതുപോലെ ഇന്റർ ഹെഡ്. അത് കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തെ സെറ്റ് ഓഫ് ലോസസ് അഗെയിൻസ്റ്റ് വിന്നിങ് ലോട്ടറി, ദെൻ ലോട്ടറി ആൻഡ് ക്രോസ്വേഡ്സ്. ഇത് നമുക്ക് എവിടെയും എന്ത് ചെയ്യാൻ പറ്റില്ല, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല.
അതുപോലെ തന്നെ അടുത്ത ഒന്നാണ് സെറ്റ് ഓഫ് ലോസസ് അണ്ടർ ദി ഹെഡ്സ് ഓഫ് ഹൗസ് പ്രോപ്പർട്ടി. ഹൗസ് പ്രോപ്പർട്ടിന്റെ ഇൻകത്തിന്റെ സെറ്റ് ഓഫ് എങ്ങനെ ചെയ്യാറ്? ഇഫ് ദ ലോസസ് എക്സീഡിങ് 2 lakhs, 2 ലക്ഷത്തിന് മേലെയാണ് നമ്മുടെ ഹൗസ് പ്രോപ്പർട്ടിയിൽ ഉണ്ടായിരിക്കുന്ന ലോസ്. അങ്ങനെയാണെങ്കിൽ ഈ ഹെഡ് അല്ലെങ്കിൽ ഈ ലോസ് നമുക്ക് മറ്റൊരു ഇൻകത്തിന്റെ ഹെഡിൽ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. സോ സെറ്റ് ഓഫ് ലോസസ് അണ്ടർ ദി ഹെഡ്സ് ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ദ ലോസ് എക്സീഡിങ് 2 lakhs from the house property cannot be set off against income from other heads. ഇപ്പോൾ 2 ലക്ഷത്തിന് മുകളിൽ പോവാണ് നമ്മുടെ ലോസസ്, ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നുണ്ടാകുന്ന ലോസസ്. അങ്ങനെയാണെങ്കിൽ ആ ലോസ് നമുക്ക് ഒരിക്കലും ഇൻകം ഫ്രം ഇനി അതർ സോഴ്സസ് അല്ലെങ്കിൽ മറ്റേത് സോഴ്സസിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ദെൻ ലോസ് ഓഫ് AOP. AOP എന്നാൽ അസോസിയേഷൻ ഓഫ് പേഴ്സൺ, BOI എന്ന് പറഞ്ഞാൽ body of individual. So loss of AOP or BOI, it cannot be set off against their personal income. ഇപ്പോൾ AOI എന്ന ഒരു കൂട്ടം ആൾക്കാർ കൂടി ചേർന്ന് ഒരു അസോസിയേഷൻ ഓഫ് പേഴ്സൺ ക്രിയേറ്റ് ചെയ്ത്, അപ്പൊ അസോസിയേഷൻ പേഴ്സൺ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഫേമിന് അല്ലെങ്കിൽ ഒരു അസോസിയേഷന് എന്തെങ്കിലും ലോസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലോസ് ഒരിക്കലും നമ്മളെ പേഴ്സണൽ ഇൻകത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. സോ ഇറ്റ് കനോട്ട് ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് ദയർ പേഴ്സണൽ ഇൻകം ഓഫ് മെമ്പേഴ്സ്. മെമ്പേഴ്സിന്റെ പേഴ്സണൽ ഇൻകത്തിൽ നിന്ന് ഒരിക്കലും എന്താ പറ്റില്ല, ഈ ലോസ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. ദെൻ ലോസ് ഓഫ് ഇല്ലീഗൽ ബിസിനസ്. ഇല്ലീഗൽ ബിസിനസ്സിൽ ഉണ്ടായിരിക്കുന്ന ലോസ് നമുക്ക് എന്താ ചെയ്യാൻ പറ്റില്ല, ലോഫുള്ളായി ചെയ്യുന്ന ഇൻകത്തിൽ നിന്ന്, ലോഫുള്ളായി ചെയ്യുന്ന ബിസിനസിന്റെ ഇൻകത്തിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്നതല്ല. ദെൻ അടുത്തൊരു ടോപ്പിക്കാണ് ക്യാരി ഫോർവേഡ് ആൻഡ് സെറ്റ് ഓഫ് ലോസസ്. അപ്പൊ നമ്മൾ ഈ സെറ്റ് ഓഫ് ലോസസ് എന്ന് വെച്ചാൽ ഒരു വർഷം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്കുണ്ടായ ലോസസ് അത് ആ വർഷത്തെ ഇൻകത്തിനുമായിട്ട് നമ്മൾ സെറ്റ് ഓഫ് ചെയ്യുന്നത് അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനാണ് സെറ്റ് ഓഫ് എന്ന് പറയുന്നത്. ദെൻ ക്യാരി ഫോർവേഡ് ആണ് ഈ വർഷം ഉണ്ടായിരിക്കുന്ന ലോസ് നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യണം. അതാണ് അല്ലെങ്കിൽ മീൻസ് ഈ വർഷം ഉണ്ടായിരിക്കുന്ന ലോസസ് നമ്മൾ ബിസിനസ് ഇൻകത്തിൽ ലോസ് ഉണ്ടെങ്കിൽ നമ്മൾ ആ വർഷം ആ ഇൻകത്തിന്റെ അഡ്ജസ്റ്റിൽ നമ്മൾ മാക്സിമം നമ്മൾ കുറയ്ക്കാൻ നോക്കി, പിന്നെ മറ്റൊരു ഹെഡ്സിന്റെ കീഴിൽ കുറയ്ക്കാൻ നോക്കി, എന്നിട്ടും നമുക്ക് ആ ലോസ് അവിടെ ഇപ്പോഴും ഉണ്ടെങ്കിൽ ആ ലോസ് നമ്മൾ എന്ത് ചെയ്യും, അടുത്ത വർഷത്തെ ഇൻകത്തിന്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ക്യാരി ഫോർവേഡ് എന്ന് പറയുന്നത്. സോ സെറ്റ് ഓഫ് ഓൺ ക്യാരി ഫോർവേഡ്. ഇപ്പൊ ക്യാരി ഫോർവേഡ് എന്താ വെച്ചാല് വെൻ ലോസ് കനോട്ട് ബി സെറ്റ് ഓഫ് ഇൻ ദി സെയിം ഇയർ ഇൻ വിച്ച് ഇറ്റ് ഹാസ് ബീൻ ഇൻകേർഡ്. അപ്പോൾ ഏത് വർഷമാണ് ലോസ് ക്രിയേറ്റ് ചെയ്ത് ആ വർഷം അത് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അത് ശ്രമിക്കാൻ മീൻസ് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി ക്യാരി ഫോർവേഡ്. അതെന്ത് ചെയ്യാം, നമുക്ക് നെക്സ്റ്റ് വർഷം അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം ഫോർ ദി സെറ്റ് ഓഫ്. സെറ്റ് ഓഫ് ഐ മീൻസ് അടുത്ത വർഷത്തെ ഇൻകത്തിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ വർഷത്തെ ലോസസ് ക്യാരി ഫോർവേഡ് ചെയ്തിട്ട് അവിടെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റും. സോ അതിനെ പറയുന്ന പേരാണ് ക്യാരി ഫോർവേഡ് എന്ന് പറയും. സോ ദിസ് ഈസ് നോൺ ആസ് ക്യാരി ഫോർവേഡ് ആൻഡ് സെറ്റ് ഓഫ് ലോസസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ നമ്മൾ അടുത്ത വർഷത്തേക്ക് അല്ലെങ്കിൽ സബ്സിക്വന്റ് ഇയറിലേക്ക് നമ്മളെ ലോസിനെ ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ നോക്കേണ്ടത്. ദ ഫോളോയിങ് ലോസസ് ക്യാൻ ബി ക്യാരി ഫോർവേഡ് ടു സബ്സിക്വന്റ് ഇയർ ടു ബി സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് ഇൻകം. അപ്പൊ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ സെറ്റ് ഓഫും ക്യാരി ഫോർവേഡും ചെയ്യേണ്ടത് നോക്കേണ്ടത്. സോ ബിസിനസ്സിൽ ഉണ്ടായിരിക്കുന്ന ലോസ് ആണെങ്കിൽ ബിസിനസ് ലോസ്, വേർ എനി ബിസിനസ് ഹാസ് ഇൻകേർഡ് ലോസസ് അണ്ടർ ദി ഹെഡ്സ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. അപ്പൊ ബിസിനസ് ഓർ പ്രൊഫഷന്റെ രീതിയിൽ നമുക്ക് എന്തെങ്കിലും ലോസസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി ക്യാരി ഫോർവേഡ്. നമുക്ക് എന്ത് ചെയ്യാം, അത് 8 വർഷത്തേക്ക് എന്ത് ചെയ്യാം, ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ക്യാൻ ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് ഇൻകം ഫ്രം ദി ബിസിനസ് ഇൻക്ലൂഡിങ് ദി സ്പെക്കുലേഷൻ. നമുക്ക് എന്ത് ചെയ്യാം, ക്യാരി ഫോർവേഡ് ചെയ്യാം. അത് ഇൻകം ഫ്രം ബിസിനസ്സിലെ നമുക്ക് എന്ത് ചെയ്യാം, അത് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും നോക്കാം. 8 വർഷത്തേക്ക് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം നമ്മൾ ഈ വർഷം ഉണ്ടായ ലോസ്. ദെൻ unabsorbed depreciation. If the depreciation is not absorbed during the year of the account. അപ്പോൾ ഈ വർഷം നമ്മൾ ഈ ഡിപ്രീസിയേഷന്റെ എമൗണ്ട് റിട്ടേൺ ഓഫ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എന്താണ് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അതിൽ കുറച്ച് ഭാഗം എന്ത് ചെയ്തു, നമുക്ക് ഡിപ്രീസിയേഷൻ എഴുതി തള്ളാൻ പറ്റില്ല അല്ലെങ്കിൽ അബ്സോർവ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അബ്സോർവ് ചെയ്യാത്ത ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യും, അൺഅബ്സോർവ്ഡ് എമൗണ്ട് പറയും. സോ ഈ അൺഅബ്സോർവ്ഡ് എമൗണ്ട് ആണ് നമ്മുടെ അൺഅബ്സോർവ്ഡ് ഡിപ്രീസിയേഷൻ. സോ ഈ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. അടുത്ത വർഷം ബിസിനസ് ഇൻകത്തിൽ നിന്ന് നമുക്ക് ഈ എമൗണ്ട് അൺഅബ്സോർവ്ഡ് ഡിപ്രീസിയേഷൻ എമൗണ്ട് കുറയ്ക്കാൻ പറ്റും നോക്കാം. സോ ഇറ്റ് ക്യാൻ ബി ക്യാരി ഫോർവേഡ് ആൻഡ് സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ്
business income or any other heads of income without any limits. So our business income, business loss ആണ് നമുക്ക് 8 വർഷം എന്ന് പറഞ്ഞു. അൺഒബ്സർവ്ഡ് ഡിപ്രിസിയേഷൻ ആണെങ്കിൽ അൺലിമിറ്റഡ് ആണ്. അപ്പോൾ ഒരു ലിമിറ്റ് ഇല്ല ഇവിടെ. നമുക്ക് എത്ര വർഷം വേണമെങ്കിൽ ക്യാരി ഫോർവേഡ് ചെയ്യാം. നമ്മുടെ ആ ലോസ് അല്ലെങ്കിൽ അൺഒബ്സർവ്ഡ് ഡിപ്രിസിയേഷന്റെ എമൗണ്ട് 0 ആവുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. ദെൻ ലോസ് ഓഫ് സ്പെക്കുലേഷൻ ബിസിനസ്. സ്പെക്കുലേഷൻ ബിസിനസ്സിൽ ഉണ്ടായിരിക്കുന്ന ലോസ് ആണെങ്കിൽ നമുക്ക് മാക്സിമം ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുന്ന ഇയേഴ്സ് 4 ഇയേഴ്സ് ആണ്. നമുക്കറിയാം സ്പെക്കുലേഷൻ ബിസിനസ്സിൽ ഉണ്ടായിരിക്കുന്ന നഷ്ടം സ്പെക്കുലേഷൻ ബിസിനസ്സിൽ ഉണ്ടായിരിക്കുന്ന ഇൻകത്തിനായിട്ട് മാത്രം സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ചെയ്യുന്ന സെറ്റ് ഓഫിന് മാക്സിമം 4 വർഷം വരെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്നതുള്ളൂ. Loss of specified business. If there is any losses in the specified business, it can be carried forward and can be only set off against the income from specified business. അപ്പോൾ സ്പെസിഫൈഡ് ബിസിനസ്സിൽ ഉണ്ടായിരിക്കുന്ന ലോസസ് നമുക്ക് എന്ത് ചെയ്യാം, ക്യാരി ഫോർവേഡ് ചെയ്യാം. പക്ഷെ അത് സെറ്റ് ഓഫ് ചെയ്യുന്നത് അത് സ്പെസിഫൈഡ് ബിസിനസ്സിൽ ഉണ്ടായിരിക്കുന്ന ഇൻകത്തിനായിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ലോസ് ഓഫ് ഫേം. ഫേമിൽ ഉണ്ടായിരിക്കുന്ന ലോസ്, the share of a loss from a firm cannot be set off against it by a partner against his personal income. അപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ ഉണ്ടായിരിക്കുന്ന ലോസസ് ഉണ്ടെങ്കിൽ അത് ആ പാർട്ട്ണറിന്റെ പേഴ്സണൽ ഇൻകത്തിൽ വെച്ച് നമ്മൾ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല. ബട്ട് ദ ഫേം ക്യാൻ ക്യാരി ഫോർവേഡ്. അത് ഫേമിന് എന്ത് ചെയ്യാം, അത് ക്യാരി ഫോർവേഡ് ചെയ്യും, അത് സെറ്റ് ഓഫ് ചെയ്യും. അതൊക്കെ ഇൻകം ടാക്സിന്റെ പ്രൊവിഷനിൽ പറയുന്നുണ്ട്. ദെൻ ലോസ് അണ്ടർ ദി ഹെഡ്സ് ഓഫ് ഹൗസ് പ്രോപ്പർട്ടി. ഹൗസ് പ്രോപ്പർട്ടിയിൽ ഉണ്ടായിരിക്കുന്ന ലോസസ്, ദ ലോസ് ഇൻകേർഡ് അണ്ടർ ദി ഹെഡ്സ് ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ക്യാൻ ബി ക്യാരി ഫോർവേഡ് ഫോർ ദി 8 years. അപ്പൊ ഹൗസ് പ്രോപ്പർട്ടിയിൽ ഉണ്ടായിരിക്കുന്ന ലോസസ് ഉണ്ട് നമുക്ക് 8 വർഷം വരെ നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. ആൻഡ് ക്യാൻ ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഉള്ളു. അപ്പൊ ഹൗസ് പ്രോപ്പർട്ടിയിൽ ഉണ്ടായിരിക്കുന്ന ലോസ് നമുക്ക് 8 വർഷം നമുക്ക് എന്ത് ചെയ്യാം, ക്യാരി ഫോർവേഡ് ചെയ്യാം. പക്ഷെ അത് സെറ്റ് ഓഫ് ചെയ്യുന്നത് അത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്നതുള്ളൂ. ദെൻ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസസ്. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് നമുക്ക് എന്ത് ചെയ്യാം, 8 വർഷം വരെ ക്യാരി ഫോർവേഡ് ചെയ്യാം. ക്യാരി ഫോർവേഡ് നമുക്ക് 8 വർഷം ചെയ്യാം. അതുപോലെ ക്യാൻ ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആസ് വെൽ ആസ് ദി ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ. അപ്പൊ നമുക്കൊരു ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് 8 വർഷം ചെയ്യാം, ക്യാരി ഫോർവേഡ് ചെയ്യാം. അത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ നമുക്ക് ചെയ്യാം, സെറ്റ് ഓഫ് ചെയ്യാം. അതുപോലെ തന്നെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ലോസിന്റെ പ്രത്യേകത വെച്ചാൽ ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് ആണെങ്കിൽ ഇറ്റ് ക്യാൻ ബി ക്യാരി ഫോർവേഡ് 8 years. അത് നമുക്ക് എന്ത് ചെയ്യാം, 8 വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. പക്ഷേ സെറ്റ് ഓഫ് ചെയ്യുന്നത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനായിട്ട് മാത്രം സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓർഡർ ഓഫ് സെറ്റ് ഓഫ്. സെറ്റ് ഓഫ് ചെയ്യുന്നതിന്റെ ഓർഡേഴ്സ്. ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് കറണ്ട് ഇയർ ഡിപ്രിസിയേഷൻ ആണ്. ദെൻ അടുത്തത് പിന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓൺ സയന്റിഫിക് റിസർച്ച് ആൻഡ് ഫാമിലി പ്ലാനിങ്. ദെൻ അടുത്തത് നമ്മൾ നോക്കേണ്ടത് പിന്നെ ക്യാരി ഫോർവേഡ് ബിസിനസ് ലോസ്. ബിസിനസ് ലോസിന്റെ ക്യാരി ഫോർവേഡ് ആയിട്ടുള്ള ലോസുകൾ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കേണ്ടത് അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻസ് ആണ്. ദെൻ അൺഅബ്സോർബ്ഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓൺ ദി സയന്റിഫിക് റിസർച്ച് ആൻഡ് ഫാമിലി പ്ലാനിങ്. അപ്പൊ ഇതാണ് ഇതിന്റെ ഓർഡർ. ഫസ്റ്റ് നമുക്ക് കറണ്ട് ഇയർ ഡിപ്രിസിയേഷൻ, രണ്ടാമത് നമ്മൾ നോക്കേണ്ടത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓൺ ദി സയന്റിഫിക് റിസർച്ച് ആൻഡ് ഫാമിലി പ്ലാനിങ്. തേർഡ് നമ്മൾ നോക്കേണ്ടത് ക്യാരി ഫോർവേഡ് ബിസിനസ് ലോസസ്. ഫോർത്ത് അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻസ്. ഫിഫ്ത്ത് നമ്മൾ അൺഅബ്സോർബ്ഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓൺ സയന്റിഫിക് റിസർച്ച് ആൻഡ് ഫാമിലി പ്ലാനിങ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓർഡർ ഓഫ് സെറ്റ് ഓഫ് പറഞ്ഞു, അതുപോലെ തന്നെ ക്യാരി ഫോർവേഡ് ഓൺ സെറ്റ് ഓഫ് ലോസസ് പറഞ്ഞു. ദെൻ നമ്മൾ പറഞ്ഞത് എന്താണ് സെറ്റ് ഓഫ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അതിന്റെ ഇന്റർഹെഡ്സും അതുപോലെ ഇൻട്രാഹെഡ് സെറ്റ് ഓഫും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. സോ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നാളെ മുതൽ നമുക്ക് ഇതിന്റെ പ്രോബ്ലംസ്, എങ്ങനെയാണ് സെറ്റ് ഓഫ് വർക്ക്ഔട്ട് ചെയ്യുന്നത്, കാര്യങ്ങളൊക്കെ നമുക്ക് പ്രോബ്ലം ആയിട്ട് ചെയ്യാൻ നോക്കാം.